ശ്രീലക്ഷ്മിയാണ്. ഞാൻ നിങ്ങളെ ആദ്യം ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, കണ്ടോളൂ. മാത്രം പോകുന്ന ഒരു സംഭവമല്ല ഇത്. ഭയങ്കര ഓർഗാനിക്കലി ഒരു മൂവ്മെന്റ് ആയതാണ്. ഇത് ശരിക്കും ഒരു മൂവ്മെന്റ് അല്ലായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് ഫൗണ്ടർ തന്നെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ തരുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മളിപ്പോ ഒരു സമയത്തൊരു ടോപ്പിക് എടുത്ത് അതിൽ ഫോക്കസ് ചെയ്തായിരിക്കും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, അത് ചെയ്യുക. ബട്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആ ഒരു എത്തിക്കൽ ഫ്രെയിം വർക്കിൽ, നമ്മുടെ പാർട്ടിയുടെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ പാർട്ടിയുടെ ബ്രാൻഡ് യൂസ് ചെയ്ത് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ കമ്മ്യൂണിറ്റി ആണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും ഡിസ്കസ് ചെയ്ത് ഇതാവുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പോ കേട്ടല്ലോ അല്ലേ? അതായത് ഒരാള് ഒരു ഗ്രൂപ്പിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം പ്രവർത്തിക്കണം, ആ ഇൻസ്ട്രക്ഷനും അപ്പുറത്തേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിലും പ്രവർത്തിക്കാം എന്നുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ പെർമിഷൻ കൊടുത്തു എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയം CJP കുറിച്ചാണല്ലോ. നമുക്കും അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം. CJP എന്ന് പറയുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുകളിൽ നിൽക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഈ BJPയുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ കുറഞ്ഞ് അതിന് പകരം വന്നിട്ടുള്ളതാണ് CJP എന്നും BJPയുടെ അഹങ്കാരം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ ആൾക്കാർ കുറേ ട്രോൾസും കുറേ പോസ്റ്റും കുറേ ആഹ്ലാദ പ്രകടനങ്ങളും ലഡു വിതരണവും ഒക്കെ നടത്തുന്നുണ്ട്. ഈ കുട്ടി പറഞ്ഞ വാചകങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതായത് എവിടെയോ ഇരിക്കുന്ന ഒരാൾ, ആ കുട്ടിയുടെ നേതാവാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്, ഞങ്ങളുടെ ലീഡറാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ആ കുട്ടി വിശേഷിപ്പിക്കുന്നത്. എവിടെയോ ഇരിക്കുന്ന ബോസ്, ആ ബോസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് CJP എന്ന് പറയുന്നത്. ഇനി ആ ബോസ് പറയുന്ന കാര്യങ്ങളെ കൂടാതെ മറ്റെന്ത് വേണമെങ്കിലും ഈ ബാനറിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള അനുവാദവുമുണ്ട് എന്ന് ആ ബോസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് പ്രശ്നം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരിക്കലും CJP എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമല്ല. ഈ സെക്കൻഡിൽ പേടിക്കേണ്ട കാര്യമല്ല. എന്താ സംഗതി എന്ന് വെച്ചാൽ അതിപ്പോൾ കുറെ കോമിക് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റകൾ ഓടുന്നതും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചത് ഒരു കോമിക് രൂപത്തിലുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടകരമായി വരുന്നതെന്ന് പറയുന്നത് കേവലം BJP എന്ന പാർട്ടിയുടെ മുകളിലല്ല, മറിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ, എന്റെയും നിങ്ങളുടെയും മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാളാണത്. അതല്ലാതെ അതൊരിക്കലും ഒരു സർക്കാരിന്റെ, അത് ഇപ്പൊ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ BJP എന്ന സർക്കാരിനോ മാത്രമുള്ള ഒരു കാര്യമല്ല. അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുജനത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാളാണെന്നുള്ളതാണ് സത്യാവസ്ഥ. അതെങ്ങനെയാന്ന് വെച്ചാൽ 2024 ബംഗ്ലാദേശിൽ ഇതുപോലൊരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. അന്നും ഈ ജെൻസി കൂട്ടായ്മയാണ് മുന്നിലേക്ക് വന്നത്. തൊഴിലില്ലായ്മയായിരുന്നു അവർ ആദ്യം മുന്നോട്ട് വെച്ച ഒരു വലിയ പ്രശ്നം. അതിന്റെ പേരിലായിരുന്നു അവര് ഇനി കാട്ടിക്കൂട്ടാൻ അക്രമം ഒന്നും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നില്ല. ഒരു പ്രക്ഷോഭം പെട്ടെന്ന് അഴിച്ചുവിടുകയും സർക്കാർ ഓഫീസുകളിലേക്ക് ഈ ജെൻസി കുട്ടികൾ ഇങ്ങനെ ഇടിച്ചു കയറുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഭരണാധികാരികളെ പോലും കസേരകളിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് അവിടെ കയറി ഇരിക്കുകയും പിന്നെ ഒരുപാട് ഡിമാൻഡ്സ് അവർ വെക്കുകയും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ രാജ്യത്തിന് ഇവരുടെ ഡിമാൻഡ്സുകൾ അംഗീകരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത വെറും 2 വർഷം മാത്രമുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അവിടേക്ക് നമ്മുടെ ഇന്ത്യ എത്തുക എന്ന് പറയുന്നത് നിങ്ങൾക്കോ എനിക്കോ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടത്. CJP എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയിൽ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറെ കോമിക് ആയിട്ടുള്ള എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പേടിക്കണം. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് വളരുന്നത്? ഗ്രൗണ്ട് വർക്ക് ചെയ്ത് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് ഇങ്ങനെ വളർന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അജണ്ട നമുക്കറിയാൻ പറ്റും, അതിന്റെ രീതികൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് കൂടെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരം കൂട്ടായ്മകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റുന്ന രീതിയിലല്ല അവർ പ്രവർത്തിക്കുക. ഈ കുട്ടി പറഞ്ഞില്ലേ, എവിടെയോ ഇരിക്കുന്ന ഒരാൾ പറയുന്ന അനുസരിച്ചിട്ടാണ് ഈ കുട്ടികൾ പ്രവർത്തിക്കുന്നത്. കുട്ടികളെന്ന് പറയുന്നത് ഇപ്പൊ ജെൻസി കുട്ടികൾ പാറ്റകളെ പോലെയാണെന്ന് ആരോ പറഞ്ഞു എന്നുള്ളതിന്റെ ആശയത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായതെന്ന്, ഈ ഒരു കൂട്ടായ്മ ഉണ്ടായതെന്നാണ് പറയുന്നത്. ജെൻസി കുട്ടികളെന്നല്ല, ജെൻസി വീഴുന്ന ഓരോ കുട്ടിയിൽ നിന്നും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളത് റിയാലിറ്റിയാണ്. അല്ലാതെ ജെൻസി കുട്ടികൾ ഉപയോഗമില്ലാത്തതാണെന്നോ പാറ്റകളെ പോലെ ഓടി നടക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ ആളിന്റെ വിവരമില്ലായ്മയായിട്ട് മാത്രമേ അത് കാണാൻ പറ്റൂ. അതൊരു പോയിന്റ് ആക്കി എടുത്തുകൊണ്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പോകുന്ന തരത്തിൽ ഇത്രയും വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ ഉദ്ദേശം ചെറുതല്ല. അതിന്റെ ഉദ്ദേശം നമ്മൾ ഈ കാണുന്ന കോമിക് വേൾഡും അല്ല. അതിന്റെ പിന്നിൽ വളരെ ശക്തമായ കൈകൾ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രക്ഷോഭം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ സർവൈവ് ചെയ്യും? അതിപ്പോ ഒരു തൃപ്പൂണിത്തുറ ഭാഗത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ആലപ്പുഴയിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സ്ഥലത്തല്ല പ്രക്ഷോഭം ഉണ്ടാവും. അവർക്ക് രാജ്യം മൊത്തം ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ശക്തമാണ് ഇന്ത്യയിൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ നമ്മുടെ ശത്രുരാജ്യങ്ങൾ ഫണ്ട് ചെയ്യും. ഫണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെന്താ ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആവശ്യത്തിന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലടാന്ന് പറഞ്ഞാൽ കൊല്ലും, ചാവടാന്ന് പറഞ്ഞാൽ ചാവും, അത്രേ ഉള്ളൂ. അപ്പോൾ BJP എന്ന് പറയുന്ന ഈ പറഞ്ഞ വലിയൊരു വാള് തൂങ്ങിക്കിടക്കുന്നു എന്നൊന്നും പറയരുത്. നമ്മുടെ ഇന്ത്യയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ വാളാണിത്.
ആ വാളിനെ കുറിച്ചാണ് നമ്മൾ ബോധവാന്മാരാകേണ്ടത്, നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ എന്താ പറയാ എതിർക്കേണ്ടത്. കൂട്ടായ്മകളൊക്കെ ഉണ്ടാവട്ടെ, കൂട്ടായ്മകൾ ഉണ്ടാവണ്ടെന്നല്ല, പക്ഷെ ആ കൂട്ടായ്മകള് നാളെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ചാഞ്ഞ ഒരു വലിയ മരമായി മാറുന്നത് നമുക്ക് സങ്കല്പിക്കാനോ ചിന്തിക്കാനോ അനുഭവിക്കാനോ കഴിയുന്ന ഒരു കാര്യമല്ല. അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ, ആ ഒരു കൂട്ടായ്മയെ ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ നിർത്തേണ്ടത് നമ്മൾ ഓരോ ആൾക്കാരുടെയും ആവശ്യമാണെന്നുള്ളതാണ്. ഇന്നത്തെ കുട്ടികളോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ആ കുഞ്ഞുങ്ങൾ അത് ചെയ്യും. കാരണം അവരെ സംബന്ധിച്ച് അവർ കുട്ടികളാണ്. അവരുടെ ചിന്തകളും അറിവുകളും എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത് എന്തോ ഇപ്പൊ കാണുന്നത് എന്തോ അതിലേക്ക് എടുത്തു ചാടുക എന്നുള്ളതാണ്. നമ്മളും ആ പ്രായത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാളത്തെ ഒരു ബംഗ്ലാദേശായി ഇന്ത്യ മാറും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ മാറാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് BJP എന്ന് പറയുന്ന സർക്കാരോ അല്ലെങ്കിൽ മറ്റു BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയോ അല്ല. നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ രാജ്യത്തിൽ അനാവശ്യ ശക്തികൾ വന്നു കയറിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആ ഒരു ബലം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ പ്രൊട്ടസ്റ്റിനും ഞാൻ എതിരല്ല, പക്ഷെ ഇതിന് വളരെ വളരെ കെയർഫുൾ ആയിട്ടൊന്ന് കാണണം, ഇത് പഠിക്കണം, ഇത് എന്താ സംഗതി എന്നുള്ളത്. അതിന് മുന്നേ എടുത്ത് തലയെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടപടലം പണി കിട്ടും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, ബൈ.